അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ പി നാരായൺ, എ ഫോർമർ ഗവൺമെൻറ് എംപ്ലോയി, ഈസ് ഇൻ റെസിപ്റ്റ് ഓഫ് ₹7,500 per month as pension up to 31st January 2020, payable on the last day of each month. അതായത് ഈ വ്യക്തി മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് പെൻഷനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. അപ്പോൾ മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് പേയ്മെൻ്റ് ആയിട്ട് ആ വ്യക്തി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ എത്രയായിരുന്നു എന്നാണ് പറയണത്? 7,500 per month ആയിരുന്നു ടിൽ 31st January 2020. അതായത് 31 ജാനുവരി 2020 ആ വ്യക്തി വാങ്ങിച്ചത് 7,500 per month ആയിട്ട് തന്നെയാണ് ശമ്പളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. Then on February 1st, 2020, he gets 2/3 of his pension commuted. അപ്പോൾ February 1st, 2020 ആ വ്യക്തി എന്ത് ചെയ്തു? ആ വ്യക്തിയുടെ പെൻഷൻ്റെ 2/3 2/3 എന്ത് ചെയ്തു? ലംസമായിട്ട് റിസീവ് ചെയ്തു. കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെൻഷൻ ലംസമായിട്ട് റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയണ February 1st, 2020 ആ വ്യക്തി എന്ത് ചെയ്തു എന്നാണ് പറയണത്? ആ വ്യക്തിയുടെ പെൻഷൻ്റെ 2/3 അല്ലെങ്കിൽ 2/3 എന്ത് ചെയ്തു? ലംസമായിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ലംസമായിട്ട് ആ റിസീവ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ₹3 lakh. അപ്പോൾ ഓൺ 1st February 2020 he gets 2/3 of his pension commuted for ₹3 lakhs. Determine his tax liability under the head salary. ആ വ്യക്തിയുടെ സാലറി എന്ന് പറയുന്ന ആ ഒരു ഹെഡിൽ വരുന്ന ടാക്സ് ലയബിലിറ്റിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമിൻ ഹിസ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദ ഹെഡ് സാലറി. സാലറി എന്ന് പറയുന്ന ഹെഡിൽ ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്: വാട്ട് വുഡ് ബി ഹിസ് ടാക്സ് ലയബിലിറ്റി ഹാഡ് ഹി ബീൻ സെർവ്ഡ് ഫോർ എ പ്രൈവറ്റ് കമ്പനി ഓൺ ദ അസംഷൻ ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻ റിസീപ്റ്റ് ഓഫ് എനി ഗ്രാറ്റുവിറ്റി. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ വ്യക്തി ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എംപ്ലോയി ആയിരുന്നു എങ്കിൽ ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എന്തായേനെ? അതായത് ആ വ്യക്തി എന്ത് റിസീവ് ചെയ്യുന്നില്ല? ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എന്തായേനെ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ വ്യക്തി ഗവൺമെൻറ് എംപ്ലോയിയാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ലയബിലിറ്റിയും, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ വ്യക്തി ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിലെ ടാക്സ് ലയബിലിറ്റി എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻ റിസീപ്റ്റ് ഓഫ് എനി ഗ്രാറ്റുവിറ്റി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ആ വ്യക്തി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിലെ ടാക്സ് ലയബിലിറ്റിയാണ് അണ്ടർ ദ ഹെഡ് സാലറി. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ആ ഹെഡിലെ ടാക്സ് ലയബിലിറ്റിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി വെൻ ഹി ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി, ആ വ്യക്തി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നെങ്കിലുള്ള ടാക്സ് ലയബിലിറ്റി നമുക്ക് ആദ്യം നോക്കാം. ടാക്സ് ലയബിലിറ്റി ഓഫ് ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. അതായത് ഇഫ് ദ ഗവൺമെൻറ് എംപ്ലോയി ഈസ് റിസീവിങ് എനി എമൗണ്ട് ഓഫ് പെൻഷൻ ആസ് ലംസം, ഗവൺമെൻറ് എംപ്ലോയി പെൻഷൻ്റെ ഏതെങ്കിലും പോർഷൻ ലംസമായിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇവിടെ കമ്മ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആ വ്യക്തിയുടെ പെൻഷൻ ലംസമായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അത് ടാക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഈ ലംസമായിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഈ ₹3 lakh എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇഫ് എ പേഴ്സൺ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ആൻഡ് ഈസ് കമ്മ്യൂട്ടിങ് ഹിസ് പെൻഷൻ, അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയി പെൻഷൻ ലംസമായിട്ട് റിസീവ് ചെയ്യുകയാണ് എങ്കിൽ ദെൻ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അതായത് ഈ വ്യക്തി ഈ റിസീവ് ചെയ്ത ഈ 3 ലക്ഷം രൂപയുണ്ടല്ലോ, ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കെ റിസീവ് ചെയ്ത ഈ 3 ലക്ഷം രൂപ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. പക്ഷേ അൺകമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ,
അൺകമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ റിസീവ്ഡ് ഓൺ മന്ത്ലി ബേസിസ് ഓർ പെൻഷൻ റിസീവ്ഡ് ആസ് ഇൻസ്റ്റാൾമെൻറ്റ്. മാസം മാസം വാങ്ങിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് എംപ്ലോയി ആയാലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ് അണ്ടർ ദ ഹെഡ്സ് ഇൻകം ഫ്രം സാലറി. അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിരിക്കുന്നത്? ഡിറ്റർമിൻ ഹിസ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദ ഹെഡ് സാലറി എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എക്സംപ്റ്റഡ് ആണ് എങ്കിലും അൺകമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ ഇസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറീസ് is irrespective of whether the person is a government employee or a non-government employee. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും മാസം മാസം വാങ്ങിക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് ആയി അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് മാസം മാസം വാങ്ങിക്കുന്ന പെൻഷൻ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ആ ടാക്സ് ലയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ദാറ്റ് ഈസ് പെൻഷൻ റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഓർ പെൻഷൻ റിസീവ്ഡ് ആസ് monthly basis is taxable in the hands of both government and non-government employee. അപ്പോൾ കമ്മ്യൂട്ടഡ് വാല്യൂവിന് ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ടെങ്കിലും അൺകമ്മ്യൂട്ടഡ് പെൻഷന് ആരും ടാക്സ് കൊടുക്കണം? ഗവൺമെൻറ് എംപ്ലോയി ടാക്സ് കൊടുക്കണം. ഇനി അതിൻ്റെ ടാക്സ് ലയബിലിറ്റിയാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി 31 ജാനുവരി 2020 വരെ എത്രയാണ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? 7,500 പെർ മന്ത് ആണ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ശമ്പളമല്ല, പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 31 ജാനുവരി 2020 വരെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2019 മുതൽ, ഈ വ്യക്തി എന്നാ റിട്ടയർ ചെയ്തിരിക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഏപ്രിൽ 2019 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ 2019 മുതൽ ജാനുവരി 2020 വരെ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ഏപ്രിൽ 2019 ആയതുകൊണ്ടാണ് നമ്മൾ അത് മുതലുള്ള പെൻഷൻ എടുക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിലെ ടാക്സ് ലയബിലിറ്റി ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെ അല്ലേ? നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2019 മുതൽ 31 മാർച്ച് 2020 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ ടാക്സ് ആണ് നമ്മൾ ഈ വർഷം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് പേ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 2019 മുതൽ ജാനുവരി 2020 വരെ എടുക്കാൻ കാരണം ഇവിടെ ജാനുവരി 2020ത്തെ ശമ്പളമാണ് 7,500 പെർ മന്ത് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 2019 മുതൽ ജാനുവരി 2020 വരെ 10 മന്ത്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 മന്ത്സിൽ ആ വ്യക്തിയുടെ പെൻഷൻ എന്ന് പറയുന്നത് 7,500 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 7,500 ഇൻറ്റു 10. അപ്പോൾ ഈ 10 മാസത്തെ ഏപ്രിൽ 2019 മുതൽ ജാനുവരി 2020 വരെയുള്ള ആ ഒരു 10 മന്ത്സിലെ പെൻഷനാണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 75,000 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി 1 ഫെബ്രുവരിയിൽ എന്ത് സംഭവിച്ചു? 1 ഫെബ്രുവരിയിൽ ഹി ഗെറ്റ്സ് 2/3 ഓഫ് ഹിസ് പെൻഷൻ കമ്മ്യൂട്ടഡ് ഫോർ ₹3 lakh. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ്റെ 2/3 എന്ത് ചെയ്തു? ലംസമായിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ പെൻഷൻ്റെ 2/3 ലംസമായിട്ട് ആ വ്യക്തി റിസീവ് ചെയ്തു. ആ എമൗണ്ടാണ് ₹3 lakh. അപ്പോൾ ഇനി ബാക്കിയുള്ള പോർഷനെ ആ വ്യക്തിക്ക് എന്തായി കിട്ടുള്ളൂ? മാസം മാസം പെൻഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2/3 കമ്മ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി ബാലൻസ് എത്രയേ ഉള്ളൂ? 1/3 ഇനി ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള മാസങ്ങളിൽ, അതായത് ഇനി ആ പ്രീവിയസ് ഇയറിൽ ഇനി ബാക്കി എത്ര മാസമേ ഉള്ളൂ? ഫെബ്രുവരി എന്ന് പറയുന്ന മാസവും മാർച്ച് എന്ന് പറയുന്ന മാസവും. ഈ 2 മാസവും ആ വ്യക്തിക്ക് ഇനി എത്രയേ പെൻഷൻ കിട്ടുള്ളൂ? ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 1/3 പെൻഷനായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ പറയാൻ കാരണം എന്താ? ആ വ്യക്തി ഫെബ്രുവരി മാസത്തിൽ എന്ത് ചെയ്തു? ആ വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ്റെ 2/3 ലംസമായിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ 2/3 ലംസമായിട്ട് റിസീവ് ചെയ്താൽ ഇനി ബാക്കി ആ വ്യക്തിക്ക് എത്രയേ പെൻഷൻ അർഹതയുള്ളൂ? 1/3 പെൻഷനായിട്ട് കിട്ടാൻ അർഹതയുള്ളൂ. കാരണം ഓൾറെഡി 2/3 പെൻഷൻ ലംസമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാലൻസ് 1/3 ഇനി ആ വ്യക്തിക്ക് എന്തായിട്ട് റിസീവ് ചെയ്യുള്ളൂ? മന്ത്ലി പെൻഷനായിട്ട് റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ 7,500ൻ്റെ 1/3 മാത്രമേ ഇനിയുള്ള മാസങ്ങളിൽ ആ വ്യക്തിക്ക് പെൻഷനായിട്ട് കിട്ടുള്ളൂ. അതാണ് 7,500 ഇൻറ്റു 1/3 ഇൻറ്റു ബാക്കിയുള്ള 2 മാസം ഫെബ്രുവരി മാർച്ചും ഇൻറ്റു 2. അതാണ് നമുക്ക് എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത്? 5,000 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് 75,000 പ്ലസ് 5,000 ഈ 80,000. ഇതാണ് ആ വ്യക്തിയുടെ പ്രീവിയസ് ഇയറിലെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ടാക്സബിൾ പോർഷൻ. ഈ ഒരു
80,000 ആ വ്യക്തിക്ക് എന്ത് വരിക, ടാക്സ് ലയബിലിറ്റി വരിക. അതാണ് നമ്മുടെ അടുത്ത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഡിറ്റർമിൻ ഹിസ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദ ഹെഡ് സാലറി. അപ്പോൾ ഈ ഒരു 80,000 റുപ്പീസിനാണ് ആ വ്യക്തിക്ക് എന്ത് വരിക, ടാക്സ് ലയബിലിറ്റി വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് ദ അസസി ഹാസ് കമ്മ്യൂട്ടഡ് 2/3 ഓഫ് ഹിസ് പെൻഷൻ ഓൺ ജാനുവരി 2020, അതായത് ജാനുവരി 2020 അല്ല കേട്ടോ, February 2020, only the balance to 1/3 will be available as monthly pension from February 2020. ഇപ്പോൾ ഫെബ്രുവരി 2020 ആ വ്യക്തി 2/3 ഓഫ് ദ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തത് കൊണ്ട് ബാക്കി 1/3 ഓഫ് ദ പെൻഷൻ മാത്രമേ ഏത് 2 മാസങ്ങളിൽ കിട്ടുള്ളൂ, ഫെബ്രുവരി മാസവും മാർച്ച് മാസവും കിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളും ഈ 1/3 തന്നെ പെൻഷനായിട്ട് ആ വ്യക്തിക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ പി നാരായൺ ഇഫ് ഹീ ഈസ് എ പ്രൈവറ്റ് എംപ്ലോയി അണ്ടർ ദ ഹെഡ് സാലറീസ്. അതായത് ഈ നാരായൺ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ സാലറീസ് എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ വെൻ ദ പേഴ്സൺ ഈസ് എ പ്രൈവറ്റ് എംപ്ലോയി, ഒരു വ്യക്തി പ്രൈവറ്റ് എംപ്ലോയി ആണ് എങ്കിൽ ബോത്ത് ഹീസ് കമ്മ്യൂട്ടഡ് ആൻഡ് അൺകമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ഈസ് ടാക്സബിൾ. ആ വ്യക്തിയുടെ കമ്മ്യൂട്ട് ചെയ്യുന്ന പെൻഷനും അതുപോലെ അൺകമ്മ്യൂട്ട് ചെയ്യുന്ന പെൻഷനും രണ്ടും ടാക്സബിൾ ആണ്. അതായത് ആ വ്യക്തി റിസീവ് ചെയ്യുന്ന ലംസം ഫ്രം പെൻഷനും അതുപോലെ മന്ത്ലി പെൻഷനും ഇൻസ്റ്റാൾമെൻ്റായി വാങ്ങിക്കുന്ന മന്ത്ലി പെൻഷനും രണ്ടും ഈക്വലി ടാക്സബിൾ ആണ് എന്നർത്ഥം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തിയുടെ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എത്രയാണ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു ഇൻഫർമേഷനും കൂടെ തന്നിട്ടുണ്ട്. ദ എംപ്ലോയി ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി. എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷനിൽ പ്രൈവറ്റ് എംപ്ലോയീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദോസ് ഹു ഹാവ് റിസീവ്ഡ് ദ ഗ്രാറ്റുവിറ്റി ആൻഡ് ദോസ് ഹു ഹാവ് നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി, ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിസ്റ്റർ നാരായൺ എന്ന് പറയുന്ന വ്യക്തി he is under the classification where the employee does not receive the gratuity. മിസ്റ്റർ നാരായൺ എന്ത് റിസീവ് ചെയ്തിട്ടില്ല, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ല. എംപ്ലോയി ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് 2/3 ഓഫ് പെൻഷനാണ് ആ വ്യക്തി കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പെൻഷൻ്റെ 2/3 ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ലംസമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. പെൻഷൻ്റെ 2/3 ആ വ്യക്തി ലംസമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് ₹3 lakhs. അതായത് പെൻഷൻ്റെ 2/3 ആ വ്യക്തി ലംസമായിട്ട് ₹3 lakh ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ വ്യക്തിയുടെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ലംസമായി റിസീവ് ചെയ്തതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 2/3 ആണ് നമുക്ക് 3 lakhs ആയി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 lakhsൻ്റെ 3/2 ചെയ്താൽ നമുക്ക്, അതായത് 3 lakhsൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ കിട്ടും. അങ്ങനെ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ കണ്ടുപിടിച്ചു. ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് 4,50,000 rupees നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ. ഇനി ഈ വ്യക്തി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തത് കൊണ്ട് ഈ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ്റെ 1/2 is exempted from tax. അപ്പോൾ exemption to commuted value of pension is 1/2 of full value of pension if the person does not receive gratuity. ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തത് കൊണ്ട് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ്റെ 1/2 ആണ് നമുക്ക് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4,50,000 rupees ആണ് നമുക്ക് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ കിട്ടിയത്. അതിൻ്റെ 1/2 നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതായത് 2,25,000 is exempted. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടാക്സബിൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ കണ്ടുപിടിക്കാം. ടാക്സബിൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ വ്യക്തി എത്ര രൂപയാണോ കമ്മ്യൂട്ട് ചെയ്തത് അതിൽ നിന്നും ഈ എക്സംഷൻ ലിമിറ്റ് ലെസ് ചെയ്താൽ മതി. ആ വ്യക്തി കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത് 3 lakh rupees ആണ് ആ വ്യക്തി കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷനിൽ നിന്നും ഈ എക്സംപ്റ്റഡ് വാല്യൂ 2,25,000 നമ്മൾ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സബിൾ വാല്യൂ ഓഫ് പെൻഷൻ കിട്ടും. നമ്മുടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെൻഷൻ ഇസ് 3 lakh minus
2,25,000, that is 75,000 ആണ് ടാക്സബിൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ വ്യക്തിയുടെ പെൻഷൻ്റെ 2/3 എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ലംസമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2/3 ലംസമായിട്ട് റിസീവ് ചെയ്തത് 3 lakhs rupees ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ കണ്ടുപിടിക്കണം. ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് ഈ ലംസമായി റിസീവ് ചെയ്തതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ കിട്ടും. അപ്പോൾ 3 lakhൻ്റെ 3/2 ആണ് നമ്മുടെ റെസിപ്രോക്കൽ വരിക. അങ്ങനെ നമുക്ക് 4,50,000 rupees കിട്ടി. ഇനി എക്സംഷൻ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദ എക്സംഷൻ ടു കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ, ഈ വ്യക്തി ഹീ ഈസ് നോട്ട് റിസീവിങ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ്റെ 1/2 ആണ് നമുക്ക് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ ഈസ് 4,50,000, അതിൻ്റെ 1/2 എന്ന് പറയുന്നത് 2,25,000, അതാണ് നമുക്ക് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 3 lakh rupees ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലംസമായിട്ട് റിസീവ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും 2,25,000 നമുക്ക് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ 3 lakhs മൈനസ് 2,25,000 നമുക്ക് കിട്ടുക 75,000 ആണ്. ഈ 75,000 rupeesനായിരിക്കും ആ വ്യക്തിക്ക് എന്ത് പേ ചെയ്യേണ്ടതായിട്ട് വരിക, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ അൺകമ്മ്യൂട്ടഡ് പോർഷൻ്റെയും ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അണ്ടർ ദ ഹെഡ്സ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദ ഹെഡ് സാലറീസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിൽ വരുന്ന ടാക്സ് ലയബിലിറ്റിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ അൺകമ്മ്യൂട്ടഡ് പെൻഷനും അതുപോലെ കമ്മ്യൂട്ടഡ് പെൻഷനും രണ്ടും ഈ പറയുന്ന അണ്ടർ ദ ഹെഡ് സാലറീസിൽ ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ടാക്സബിലിറ്റി ആയിട്ട് വരുന്നതാണ്. ഇവിടെ ഈ വ്യക്തി പ്രൈവറ്റ് എംപ്ലോയി ആയതുകൊണ്ട് ആ വ്യക്തിക്ക് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷനിലും ടാക്സ് ലയബിലിറ്റി വരും, അതുപോലെ അൺകമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷനിലും ടാക്സ് ലയബിലിറ്റി വരും. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ നേരത്തെ ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെ നോൺ ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിലും അൺകമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷനിൽ ടാക്സ് ലയബിലിറ്റി വരിക. അതായത് മാസം റിസീവ് ചെയ്യുന്ന പെൻഷനിൽ അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് റിസീവ് ചെയ്യുന്ന പെൻഷനിൽ ടാക്സ് ലയബിലിറ്റി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും സെയിം ആണ്. ഒന്നുകൂടെ പറയാം, അൺകമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ, അതായത് പെൻഷൻ റിസീവ്ഡ് ഇൻ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, മാസം റിസീവ് ചെയ്യുന്ന പെൻഷൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും രണ്ടുപേർക്കും ഒരേപോലെയാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ കമ്പ്യൂട്ടേഷനാണ് ഇവിടെയും വരിക. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, അതായത് മന്ത്ലി പെൻഷൻ അപ് ടു 31/1/2020, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ അപ് ടു January 31, 2020 നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 7,500 rupees ആണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്, മന്ത്ലി പെൻഷനായിട്ട് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ April 2019 മുതലാണ് നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ April 2019 മുതൽ January 2020 വരെ ആ വ്യക്തിക്ക് 10 മാസം ഓരോ മാസവും എത്ര രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, 7,500 rupees കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ 10 മാസത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 75,000 rupees ആണ്. പിന്നെ ഫെബ്രുവരിയിൽ ആ വ്യക്തി എന്ത് ചെയ്തു, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു, അതായത് പെൻഷൻ ലംസമായിട്ട് റിസീവ് ചെയ്തു. എത്രയാണ് കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്, 2/3 ആണ് കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2/3 ഭാഗവും ആ വ്യക്തി എന്ത് ചെയ്തു, ലംസമായിട്ട് റിസീവ് ചെയ്തു. 2/3 ഭാഗവും ലംസമായി റിസീവ് ചെയ്താൽ ഇനി ബാക്കി എത്രയേ ഉള്ളൂ, 1 ഭാഗമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ 1 ഭാഗം മാത്രമേ 1/3 ഭാഗം മാത്രമേ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ആ വ്യക്തിക്ക് എന്തായിട്ട് കിട്ടുള്ളൂ, പെൻഷനായിട്ട് കിട്ടുള്ളൂ. ഒന്നും കൂടെ പറയാം, ഫെബ്രുവരി മാസത്തിൽ മിസ്റ്റർ നാരായൺ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ പെൻഷൻ്റെ 2/3 ഭാഗവും ലംസമായിട്ട് റിസീവ് ചെയ്തു. അതാണ് ഈ 2/3 എന്ന് പറയുന്നത്. 2/3 ഭാഗവും ലംസമായിട്ട് റിസീവ് ചെയ്തു. ഇനി ആ വ്യക്തിക്ക് ഇനി ബാക്കി എത്രയേ ഉള്ളൂ, 1/3 ഭാഗം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ 1 പോർഷൻ മാത്രമേ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ആ വ്യക്തി എന്തായിട്ട് റിസീവ് ചെയ്യുള്ളൂ, മന്ത്ലി പെൻഷനായിട്ട് റിസീവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഫ്രം February 2020 എന്ന് കാണിച്ചിട്ട് 7,500 മന്ത്ലി ആ വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ ഇനി മുതൽ 1/3 മാത്രമേ കിട്ടുള്ളൂ. കാരണം 2/3 എന്ത് ചെയ്ത് കഴിഞ്ഞു, ലംസമായിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇനി 1/3 മാത്രമേ ആ വ്യക്തിക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 7,500ൻ്റെ 1/3. ഇനി ബാക്കി 2 മാസമേ ഉള്ളൂ, ഫെബ്രുവരിയും മാർച്ചും. അതാണ് ഇവിടെ × 2 എന്ന് പറയുന്നത്, × 2 months. അതായത് 2 മാസം, ബാക്കിയുള്ള 2 മാസം ഈ വ്യക്തി ഈ 7,500ൻ്റെ 1/3 മാത്രമേ പെൻഷനായിട്ട് റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ 7,500 × 1/3 × 2. അങ്ങനെ നമുക്ക് 5,000 കിട്ടണം. അപ്പോൾ 75,000 + 5,000 ആ വ്യക്തിയുടെ അൺകമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് 80,000 റുപ്പീസാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഈ വ്യക്തിക്ക് ഈ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിൽ എത്ര ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 75,000 റുപ്പീസ് ടാക്സ് ലയബിലിറ്റിയും വരുന്നുണ്ട്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 80,000 റുപ്പീസ് ടാക്സ് ലയബിലിറ്റിയും വരുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തിയുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,55,000 റുപ്പീസാണ്. അതായത് ആ വ്യക്തിയുടെ കമ്മ്യൂട്ടഡ് പെൻഷൻ 75,000 ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, അതായത് മന്ത്ലി പെൻഷൻ 80,000 റുപ്പീസ് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. രണ്ടും കൂടെ ചേരുന്നതാണ് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിൽ വരിക. അപ്പോൾ 75,000 + 80,000 1,55,000 ആ വ്യക്തി ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും.